ഹലോ ഗായ്സ്, വെൽക്കം ടു തക്കൂസ് വേൾഡ്. ഞാൻ രാവിലെ എഴുന്നേറ്റ ഉടനെ ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ ചെടിക്ക് വെള്ളം ഒഴിക്കുക എന്നുള്ളത്. ആ ചെടിയുടെയൊക്കെ അവസ്ഥ ഉണ്ടല്ലോ, ഭയങ്കര ദയനീയകരമാണ്. ഈ തക്കുവാണ് കേട്ടോ ഇതെല്ലാം പിച്ചി പറിച്ച് ഇങ്ങനെ ആക്കുന്നത്. നമ്മൾ എത്ര പറഞ്ഞാലും അവൾ കേൾക്കത്തില്ല കേട്ടോ. രാവിലെ അപ്പം ഞാൻ തലേദിവസം കടലയൊക്കെ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ കരുതി പുട്ടും കടല ഉണ്ടാക്കാമെന്ന് ഓർത്ത് കടല വേവിക്കാൻ വെച്ചപ്പോൾ തന്നെ തക്കു എഴുന്നേറ്റ് വന്നായിരുന്നു കേട്ടോ. തക്കു എഴുന്നേറ്റ് വന്ന വീഡിയോ ഒന്നും എടുക്കാഞ്ഞെന്ന് വെച്ചാൽ ചില സമയത്ത് തക്കുവിന് അത് ഇഷ്ടമായിരിക്കത്തില്ല വീഡിയോ ഒക്കെ എടുക്കുന്നത്. കാരണം അവളുടെ കംഫർട്ടബിൾ സോണാണ് എനിക്ക് പ്രധാനം. അപ്പോൾ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ചിലപ്പോൾ അവൾ കരച്ചിലും വീഴ്ചിലും ഒക്കെ ആണെങ്കിൽ അന്നത്തെ ദിവസം മൊത്തം ഭയങ്കര സെൻറ്റി അടിച്ചിരിക്കും. അത് കാണുമ്പോൾ എനിക്ക് സങ്കടം കേട്ടോ. അതുകൊണ്ട് അങ്ങനത്തെ വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ തക്കു എഴുന്നേറ്റ് കഴിഞ്ഞാൽ ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ, നമ്മൾ മുഖമൊക്കെ കഴിച്ച് ഞാൻ എൻ്റെ കൈയും കൊണ്ട് ബ്രഷ് ചെയ്യിപ്പിക്കും കേട്ടോ, എൻ്റെ വിരലും കൊണ്ട് ബ്രഷ് ചെയ്യിപ്പിക്കും. അതിനുശേഷം തക്കുവിന് ഞാൻ ഒരു ഗ്ലാസ് വെള്ളവും കൊടുക്കും. എന്തെങ്കിലും ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ അത് ഞാൻ രാവിലെ കൊടുക്കും കേട്ടോ. ബാത്റൂമിൽ പോകാനൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളാണ് കേട്ടോ. രാവിലെ ഇത് കണക്ക് ഫ്രൂട്ട്സും വെള്ളമൊക്കെ കൊടുത്താൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, കുഞ്ഞുങ്ങളുള്ളവരെ. അതിനുശേഷം ഞാൻ പുട്ടിന് വന്ന് പുട്ടൊക്കെ നനച്ച് അങ്ങനെ പുട്ടും കടലയൊക്കെ റെഡിയാക്കി കേട്ടോ. അപ്പം എനിക്ക് നിങ്ങളോടൊക്കെ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഷോർട്ട് വീഡിയോ കാണുന്നവർ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, എന്നെ ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ, ഫാമിലി മെമ്പേഴ്സും അല്ലാത്തവരും കേട്ടോ. ഷോർട്ട് വീഡിയോസ് ഞാൻ കുറവാണ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് കുഞ്ഞുമായിട്ടൊക്കെ എപ്പോഴും ഇങ്ങനെ ഷോർട്ട് വീഡിയോ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. എന്തെങ്കിലും അസുഖമോ അങ്ങനത്തെ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഷോർട്ട് വീഡിയോ ഒന്നും ഞാനായിരിക്കത്തില്ല ചെയ്യുന്നത്. എൻ്റെ അമ്മയോ ഇല്ലെങ്കിൽ എസ്പെഷ്യലി പറയാനുള്ളത് ടോജി ആൻറ്റി എന്ന് പറയുന്ന ഒരു ആൻറ്റിയുണ്ട്. ആ ആൻറ്റി ചെയ്തു തരും. പിന്നെ എൻ്റെ ചേച്ചിയുണ്ട്, ചേച്ചിയുടെ പേര് കുഞ്ഞുലക്ഷ്മി എന്നാണ്. അപ്പോൾ ചേച്ചിയൊക്കെയാണ് വീഡിയോ ചെയ്തു തരുന്നത്. പിന്നെ എൻ്റെ അമ്മയും ചെയ്തു തരും കേട്ടോ. അപ്പോൾ ഇവരെയൊക്കെ പറഞ്ഞില്ലെങ്കിൽ പിന്നെ എനിക്കെന്തോ ഒരു സങ്കടമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. കാരണം അവരാണ് കഷ്ടപ്പെടുന്നത്, പിന്നെ ഞാൻ അതെടുത്ത് ഇടുന്നതേ ഉള്ളൂ. അപ്പം അവർ കഷ്ടപ്പെടുമ്പോൾ അവരുടെ പേര് നമ്മൾ പറയണമല്ലോ, അതുകൊണ്ടാണ് പറഞ്ഞത്. ഞാൻ നാട്ടിൽ ചെല്ലുമ്പോൾ ഇവരെ എല്ലാവരെയും നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം കേട്ടോ. അതിനുശേഷം ഞാനും തക്കുവും കൂടി ബ്രഷ് ചെയ്യാൻ വന്നു കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡി ആയതിനു ശേഷം തക്കുവിന് ബ്രഷ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മളെപ്പോൾ വിളിച്ചാലും തക്കു ബ്രഷ് ചെയ്യാൻ വരും കേട്ടോ. അത് രാവിലെയും രാത്രിയും തക്കു ബ്രഷ് ചെയ്യുവേ. അപ്പം തക്കുവിന് ഭയങ്കര ഇഷ്ടമാണ് ബ്രഷ് ചെയ്യാൻ. തക്കുവിനെ കഴിയുന്നത് വരെയും തക്കു ബ്രഷ് ചെയ്യും. അത് കഴിയുമ്പോൾ അവൾക്ക് പറ്റാത്ത സ്ഥലത്തൊക്കെ ഞാൻ അങ്ങ് ബ്രഷ് ചെയ്ത് കൊടുക്കും കേട്ടോ. അതിനുശേഷം നമ്മൾ കഴിക്കുവാണ്. ഇതാണ് ഏറ്റവും വലിയ ടാസ്ക്. തക്കുവിന് പുട്ടൊന്നും അത്ര ഇഷ്ടമല്ല. കടല ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ പുട്ട് ഇഷ്ടമല്ല. പക്ഷേ എന്ത് ചെയ്യാനാണ്, ഇന്ന് ഞാൻ പുട്ടും കടലയല്ലേ ഉണ്ടാക്കിയുള്ളൂ. അപ്പം എങ്ങനെയെങ്കിലും അത് തീറ്റിച്ചല്ലേ പറ്റത്തുള്ളൂ. പക്ഷേ അവൾ എനിക്ക് വാരി തന്നുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. അതിനുശേഷം റെസ്റ്റ് എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ചുക്കില് വിലയുണ്ട് കേട്ടോ. എൻ്റെ അമ്മയൊക്കെ പറയുന്നേക്കാം, പെണ്ണുങ്ങൾ ചുക്കില് വില അടിച്ചാൽ പോകത്തില്ല, ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ ചുക്കില് പിന്നെയും വീണ്ടും വരുമെന്ന്. ആ സമയത്ത് ആണുങ്ങൾ അടിച്ചാൽ പെട്ടെന്ന് പൊക്കോളും, പിന്നെ കുറച്ച് ദിവസത്തേക്ക് ചുക്കില് വിലയൊന്നും കാണത്തില്ല. പക്ഷേ എന്ത് ചെയ്യാനാ, വിഷ്ണുവേട്ടൻ ആഴ്ചയിലേ വരത്തുള്ളൂ കേട്ടോ. ആഴ്ചയെന്ന് വെച്ചാൽ ശനിയാഴ്ച രാത്രി വരും, തിങ്കളാഴ്ച രാവിലെ പോവും. വിഷ്ണുവേട്ടൻ കുറച്ച് ദൂര സ്ഥലത്താണ് വർക്ക് ചെയ്യുന്നത്. ദൂര സ്ഥലമെന്ന് പറയുമ്പോൾ നമ്മുടെ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ആവേശത്തിലെ രംഗണ്ണൻ്റെ എയർപോർട്ടില്ലേ, എയർപോർട്ടിൻ്റെ അവിടെയാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത്. അത് പറഞ്ഞത് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് മാത്രമാണ്. ദേവനഹള്ളി എന്ന സ്ഥലത്തിൻ്റെ പേര്. അപ്പം അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. സാറ്റർഡേ മാത്രം വരത്തുള്ളേ. അതിനുശേഷം നമ്മൾ കുറച്ച് നേരം കളിച്ചിട്ട് കുളിക്കാമെന്നൊക്കെ വിചാരിച്ചു കേട്ടോ. ചുക്കില് വിലയെല്ലാം അടിച്ച് തൂത്തുവാരി എല്ലാം കഴിഞ്ഞതിന് ശേഷം ആയപ്പോഴത്തേക്കും തക്കുവിന് ഭയങ്കര സങ്കടം. ഞാൻ അത്രയും നേരം തക്കുവിനോട് കളിക്കുകയോ എടുക്കുകയോ ഒന്നും ചെയ്തില്ലല്ലോ. തക്കുവിന് അത് ഭയങ്കര സങ്കടമാണ്. നമ്മളെപ്പോഴും തക്കുവായിട്ട് കളിച്ചുകൊണ്ടും അവളോട് കളിക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യണം, അതാണ് അവൾക്കിഷ്ടം. അതിനുശേഷം ഞാൻ കൊണ്ട് തുണിയൊക്കെ വിരിക്കാൻ പോയി കേട്ടോ. കുളിച്ചിറങ്ങി ഞാനും തക്കുവും കുളിച്ചിറങ്ങി തുണിയെല്ലാം കഴുകി നമ്മൾ മോളിൽ കൊണ്ടാണ് വിരിക്കാൻ പോയത്. ഇന്ന് കുറച്ച് അധികം തുണി ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ മോളിൽ കൊണ്ടാണ് വിരിച്ചത്. അപ്പം മുകളിലത്തെ ഫ്ലോറിൽ 2 കുഞ്ഞു മക്കളുണ്ട് കേട്ടോ. അവരുമായിട്ട് തക്കു എപ്പോഴും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കും കേട്ടോ. അങ്ങനെ തുണിയെല്ലാം വിരിച്ച് ഇന്നത്തെ ദിവസം അത്രയേ ഉള്ളായിരുന്നു കേട്ടോ. പിള്ളേരും ഒക്കെ ആയിട്ട് കുറച്ച് നേരം നിന്ന് അവിടെ സംസാരിച്ച്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ, മറക്കല്ലേ.